ആരുടെയെങ്കിലും കൂടെ രഹസ്യമായിട്ട് താമസിച്ചിട്ട് പ്രസവിച്ചതാവും. കുഞ്ഞിനെ അന്വേഷിച്ച് ആരും വരില്ലെന്ന് സ്നേഹ പോയി കാണും. ഇടയ്ക്ക് നിന്ന് ആരോ ആവും കുഞ്ഞിനെ വിറ്റത്. അർച്ചനയെ കൊണ്ടുപോകാൻ ചെവളിയോട് പറയുന്ന കാർത്തിയായനി. നീ വരണ്ട. പോലീസിൽ പരാതി കൊടുക്കാൻ ഒരുങ്ങുന്ന അർച്ചനയെ കാർത്തിയായനി പിന്തിരിപ്പിക്കുന്നു. ചോദ്യം എന്തായിരിക്കും അറിയാലോ? നിന്റെ കുഞ്ഞിന്റെ അച്ഛനാരാ? കുഞ്ഞിനെ തരാമെന്ന സ്നേഹയുടെ വാക്കുകളെ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിരഞ്ജന. അവളുടെ വരവിന് പിന്നിൽ രാത്രി മഴ തുടരുന്നു. ഒരു ചോര കുഞ്ഞിനെ എങ്ങനെ കണ്ടെത്താനാ? കുറച്ച് പ്രായമുള്ള കുഞ്ഞായിരുന്നെങ്കിൽ സുധി പറയുന്നത് അംഗീകരിക്കായിരുന്നു. ഏതെങ്കിലും ഓർഫണേജിൽ നിന്ന് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഫൈസി അങ്ങനെ എഴുതി തള്ളരുത്. നമുക്ക് വേണ്ടത് ഏത് പ്രായത്തിലുള്ള കുഞ്ഞാണെന്ന് ഫൈസിക്കറിയാം. ഞാൻ പറയുന്നത് നിരഞ്ജന ഒന്ന് കേൾക്കണം. നമ്മൾ ഫൈസിക്ക് ഒരു അവസരം കൊടുക്കണം. പ്രസ് മീറ്റ് നീട്ടിവെക്കാൻ പറ്റില്ല. അവളെ ഇനി മേരിയമ്മയുടെ വീട്ടിൽ നിർത്താൻ ബുദ്ധിമുട്ടുണ്ട്. ഫൈസി പറയുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ട് ഫൈസി നമുക്കൊരു ഉറപ്പ് തരുന്നില്ല? ഉത്തരവും ഞാൻ തന്നെ പറയാം. ഫൈസിക്ക് അതിന് കഴിയില്ല. പ്രസ് മീറ്റ് ഇപ്പൊ നീട്ടിക്കൊണ്ടു പോണം. അതിനുവേണ്ടി ചൂണ്ടയെ കോർത്തൊരു ഇരയാ സ്നേഹയിലൂടെ ഫൈസി നമ്മളെ മുന്നിലേക്കിട്ടത്. ഞാനിത് കൊത്തില്ല. മോളെ, നീ എന്താ ഈ നേരത്തെ ഇവിടെ വന്ന് കിടക്കുന്നേ? ഇവക്ക് നല്ല പനിയുണ്ടമ്മേ. പനിയുണ്ടോ? പനിക്കുന്നുണ്ടല്ലോ. മുറി ചെന്ന് കിടക്കും മോളെ. ഞാൻ എത്ര വട്ടം പറഞ്ഞതാ, കേൾക്കുന്നില്ല. എണീക്ക് മോളെ, എണീക്ക്. ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. എന്താടി പെണ്ണിന് പൊള്ളുന്ന പനിയാ. ഗുളിയൊന്നും ഇരിപ്പില്ലടി. എനിക്കൊന്നും വേണ്ട, ഒന്ന് മരിച്ചു കിട്ടിയാൽ മാത്രം മതി. ഓ, നീ എന്നോട് വാശി തീർക്കുകയാണല്ലേ? ഇന്ന് ഈ നേരമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇവള് കുടിച്ചിട്ടില്ല. ആദ്യ കേറിയ എന്റെ കുഞ്ഞിന് പനി പിടിച്ച. ആദ്യ കയറാൻ മാത്രം എന്താണ് ഇവിടെ ഉണ്ടായേ? മനസാക്ഷി ഇല്ലാത്ത മനുഷ്യ. എന്താ സംഭവിച്ചെന്ന് നിങ്ങക്ക് അറിയില്ലല്ലേ? ദേ, അർച്ചനയുടെ കാര്യം പറഞ്ഞ് നീ എന്റെ മേലെ കുതിര കയറാൻ വരണ്ട. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി അവള് തന്നെയാ. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും അച്ഛനൊരു കുറ്റബോധം ഇല്ലല്ലോ. എനിക്കെന്തിനാടി കുറ്റബോധം? കാർത്തിയാന്റെ വീട്ടിൽ നിന്ന് പോയിട്ടും അവള് നിങ്ങളെ വിളിച്ചിട്ടുണ്ടല്ലോ. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എവിടെയാണെന്ന് അവള് നിങ്ങളെ വിളിച്ചപ്പോ പറയില്ലേ? അവളത് പറഞ്ഞോ? ഇല്ലല്ലോ. അവൾ അത് മറച്ചു വെച്ചു. എന്നിട്ട് പോ, പഴി എനിക്കും. നിങ്ങളെ പേടിച്ചാ അവള് പറയാതിരുന്നെ. എന്ന് വെച്ചാ അവൾക്ക് നിങ്ങളെയും വിശ്വാസമില്ലെന്ന് അതല്ലേ നീ പറഞ്ഞു വരുന്നേ? നിനക്കൊന്നും എന്നെ വിശ്വാസമില്ലാത്ത നിലയ്ക്ക് അവളെ തേടിയുള്ള നടപ്പ് ഞാൻ അങ്ങ് നിർത്തി. എണീക്ക് മോളെ, മുറി ചെന്ന് കിടക്ക. എണീക്ക്. എണീക്കുന്നുണ്ടോ? ഇങ്ങോട്ട് എഴുന്നേക്ക്. വാ, പോ മോളെ, പോ. അല്ല, നീ ഇതുവരെ കിടന്നില്ലേ? നീ ഈ വാശി കാണിക്കുന്ന ആരോടാ? ഭക്ഷണം കഴിക്കാതെ എത്ര നാൾ കഴിയാനാ? ഞാൻ നാളെ ഇവിടുന്ന് പോവും. ഇനി ഞാൻ ഇവിടെ കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല, എന്താ നിന്റെ പ്ലാന്? ഞാനൊന്ന് കേക്കട്ടെ. നിന്നെ ഇത്രയും നാളും കൂടെ താമസിപ്പിച്ചു, പ്രസവവും എടുത്തു. ഇനി എങ്ങോട്ടാ പോകുന്നെന്ന് എനിക്കറിയണ്ടേ? അതോ എന്റെ ആവശ്യം നിനക്ക് കഴിഞ്ഞോ? എന്റെ കുഞ്ഞിനെ കണ്ടെത്തി തരാൻ ചേച്ചിക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം. എന്നെ കൊണ്ട് അതിന് കഴിയില്ല അർച്ചനെ. ഞാൻ വിചാരിച്ച ഒന്നും നടക്കത്തില്ല. വലിയ ആളുകളോട് ഏറ്റുമുട്ടാനുള്ള ത്രാണിയൊന്നും എനിക്കില്ല. കേസിന് പോകുന്നെങ്കിൽ തിരുവനന്തപുരം വരെ പോണം. എനിക്ക് കൂടെ വരാനൊന്നും പറ്റത്തില്ല. ഞാൻ പോകുന്നത് SP-യുടെ ഓഫീസിലാണ്. എനിക്ക് കാണേണ്ടത് ആ മനുഷ്യനെ.
എന്റെ ദൈവമേ, കടുവാക്കൂട്ടിക്കൊണ്ട് തലവെക്കാനാണോ നീ പോകുന്നത്? അയാൾ ആരായാലും എനിക്കെന്താ? നൊന്ത് പറ്റൊരമ്മയുടെ വേദന അയാൾക്കറിയില്ല. എന്റെ ജീവിതം ഇങ്ങനാവാൻ കാരണം അയാൾ ഒരുത്തനാ. ഒരു കുടുംബത്തെ നാട് കടത്തിയിട്ടും അയാളുടെ പക തീർന്നില്ല. ഒടുവിൽ എന്റെ കുഞ്ഞിനെ അയാൾ തട്ടിയെടുത്തു. ഇനി ആ മനുഷ്യനെ എനിക്കൊന്ന് കാണണം. ഞാൻ എല്ലാം അവസാനിപ്പിച്ച് ഒളിച്ചിരിക്കുകയാണെന്നാ അയാൾ കരുതിയിരിക്കുന്നത്. ഒരിക്കൽ ഞാനത് ചെയ്തു, എന്റെ അനിയത്തിമാരെ ഓർത്ത്. ഇനി എനിക്കതിന് കഴിയില്ല. എന്റെ കുഞ്ഞിനെ അയാൾക്ക് വിട്ടുതരേണ്ടി വരും. ഇതൊക്കെ പറയാൻ എളുപ്പമാ. അയാൾ ആ കൊച്ചിനെ തട്ടിയെടുത്തതിന് എന്ത് തെളിവാ നിന്റെയിലുള്ളത്? ഒരു എസ് പിക്കെതിരെ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ച് ചെല്ലാൻ പറ്റുമോ? നീ വെറുതെ പിച്ചും പേയും പറയാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക് പെണ്ണെ. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ പോകുന്നു പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. ചേച്ചി എന്റെ കൂടെ വരണ്ട. അയാൾ എന്നെ ഒഴിവാക്കിയാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ കിടന്ന് മരിക്കും. ദൈവമേ, ഈ പെണ്ണ് എന്തിനുള്ള ഒരുക്കത്തിലാ? ഒന്നുകിൽ അയാൾ എന്റെ കുഞ്ഞിനെ തിരിച്ചു തരും, അല്ലെങ്കിൽ അയാൾ എന്നെ ഇല്ലാതാക്കും. ഇനി കാത്തിരുന്നിട്ട് ഒന്നും നേടാനില്ല. രണ്ടിലൊന്ന് നാളെ സംഭവിക്കും. കരയാതെ മോനെ, കരയല്ലടാ. വാവേ കരയല്ലേ. വാവോ, പാല് തന്നിട്ട് നിനക്ക് വേണ്ട. പിന്നെ നീ എങ്ങനെ കരഞ്ഞ ഞാൻ എന്ത് ചെയ്യും? നിന്റെ അമ്മയ്ക്ക് നിന്നെ വേണ്ടാഞ്ഞിട്ടല്ലേ? കരയാതെ വാവേ. നിന്നെ വിറ്റുകളയാൻ നിന്റെ അമ്മയ്ക്ക് തോന്നിയല്ലോ. കരയല്ലേടാ വാവേ, കരയല്ലേ. ഈ കരച്ചിലൊന്ന് അടങ്ങിയെങ്കിൽ തൊട്ടിലെ കൊണ്ട് കിടത്തായിരുന്നു. വാവേ വാവേ. മതി, ഞാനെടുത്തോളാം. എന്നെ പോലെ അവൾക്കിപ്പോ വിശ്വാസമില്ലാതായി. ഒരു മനുഷ്യൻ ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്. നിരഞ്ജനയ്ക്ക് അതില്ലെന്ന് മുമ്പേ എനിക്ക് മനസ്സിലായതാ. ഞാൻ അതിന് അവളെ കുറ്റപ്പെടുത്തുന്നില്ല. സ്വന്തം കുറവുകളാ അവളെ അതിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. ഞാൻ അവളോട് കൂടുതൽ സമയമൊന്നും ചോദിച്ചില്ല. എന്നിട്ടും കേൾക്കാനുള്ള മനസ്സ് പോലും അവള് കാണിച്ചില്ല. നിരഞ്ജനയ്ക്കെതിരെ നമ്മൾ എന്തോ പ്ലാൻ ചെയ്യാൻ പോകുന്നു അവള് കരുതുന്നത്. സത്യം എന്താണെന്ന് നമുക്കല്ലേ അറിയൂ. ദിവസങ്ങൾ എണ്ണിയ ഞാനിപ്പോ ഓരോ നിമിഷവും കഴിച്ചു കൂട്ടുന്നത്. 2 പകലും 2 രാത്രിയും കഴിഞ്ഞു. ഇതുവരെ ആരും വന്നില്ല. ഇതൊരു നിസ്സാര സംഭവമാണോ ഫൈസി? ഈ സ്റ്റേറ്റിൽ ഇങ്ങനൊരു സംഭവം നടന്ന മീഡിയാസ് റിപ്പോർട്ട് ചെയ്യാതിരിക്കോ? പത്രത്തിലും ടിവിയിലും വരുന്ന ന്യൂസ് മുഴുവൻ ഞാൻ കാണുന്നുണ്ട്. ഇനിയും നമ്മൾ ആ കുഞ്ഞിനെ വെച്ചോണ്ടിരിക്കുന്നത് മണ്ടത്തരവാ. നിരഞ്ജന പ്രസ് മീറ്റ് നടത്തുകയും കുഞ്ഞിനെ ആവശ്യപ്പെട്ട് ആരും വരാതിരിക്കുകയും ചെയ്താലോ? ഫൈസി എന്താ ഇനിയും അങ്ങനെ ചിന്തിക്കാത്തത്? നിരഞ്ജന ഉൾപ്പെടെ പലരെയും അത് ബാധിക്കില്ലേ? ഈ മൗനം ഫൈസി ഒന്ന് അവസാനിപ്പിക്ക്. ചിലപ്പോ നാളെ തന്നെ പ്രസ് മീറ്റ് ഉണ്ടായെന്നും വരും. അങ്ങനെ ഒരു സൂചന അവള് തന്നോ? ഏത് നിമിഷവും അത് പ്രതീക്ഷിക്കാന്ന് അവള് പറയുമ്പോ മറ്റെന്താ ചിന്തിക്കേണ്ടത്? നമുക്ക് അവളെ വിളിച്ച് നാളെ തന്നെ കുഞ്ഞിനെ കൈമാറാം. ഇനി ആരെങ്കിലും അന്വേഷിച്ചു വന്നാ നമുക്ക് കണ്ണടയ്ക്കാം. നീ ഒരു അമ്മയല്ലടി. ആ അമ്മയ്ക്ക് കുഞ്ഞിനെ വേണമെങ്കിലോ? എങ്കിൽ എവിടെയാ അമ്മ? കുഞ്ഞിനെ വേണമെങ്കിൽ നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് ഇത്രയും ദിവസം അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഫൈസി മാത്രമായിരിക്കും. ഫൈസിക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യം ഫൈസി തന്നെ വഷളാക്കിയെന്ന് ഞാൻ കരുതും. നിരഞ്ജനെ ഇനി ഞാൻ കുറ്റപ്പെടുത്തില്ല.
അല്ല, നീ രാവിലെ ഈ ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ട് പോവാ? അത് പിന്നെ ചേച്ചി എനിക്ക് കുറച്ച് പൈസ തരൂ. അല്ല, നിനക്കിപ്പോ എന്തിനാ പൈസ? എവിടെ പോവാനെന്ന് പറ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത് മറന്നുപോയോ? ഞാൻ SP ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാ. അപ്പൊ നീ ചെന്ന് ചാവാനുള്ള ഒരുക്കത്തിലല്ലേ? അങ്ങനെയൊന്നും അയാൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അയാൾ മാത്രമല്ലല്ലോ അവിടെ പോലീസായിട്ടുള്ളത്. ഞാനത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ചേച്ചി എനിക്ക് കുറച്ച് പൈസ മാത്രം തന്നാ മതി. ഇനി ഞാൻ ഒന്നിനു വേണ്ടിയും ചേച്ചിയെ ബുദ്ധിമുട്ടിക്കില്ല. SP നിന്നെ പേടിച്ച് കുഞ്ഞിനെ തന്നാ നീ എന്ത് ചെയ്യും? അവനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരില്ലേ? നീ പിന്നെ എന്നെ കാണാൻ വരില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ചേച്ചി അല്ലാതെ പിന്നെ എനിക്കും കുഞ്ഞിനും വേറെ ആരാ ഉള്ളത്? ഞാനാരാ, ഒരു സാധാരണക്കാരി. നിന്നെപ്പോലൊരുത്തിയ കയ്യേറ്റ് ആശുപത്രികൾ കേറിയിറങ്ങി പേരടിപ്പിച്ച മണ്ടി. ഇതല്ലേടി നിന്റെ മനസ്സില്? ചേച്ചി എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? കൊച്ചിനെ കിട്ടിയ ഈ വീട്ടിലേക്ക് തന്നെ നീ തിരിച്ചു വരുമെന്ന് എന്റെ മുഖത്ത് നോക്കി പറയടി. എനിക്കും എന്റെ മോനും ആശ്രയിക്കാൻ പിന്നെ വേറെ ആരാ ഉള്ളത്? ആരുമില്ലാത്തോണ്ടാണോടി ആശുപത്രി കിടന്ന് നീ ഒരുത്തിയെ വിളിച്ചത്? പലരുടെ കയ്യിൽ നിന്നും നീ ഫോൺ എരുന്ന് വാങ്ങി വിളിച്ചില്ലേടി? അത് പിന്നെ അന്ന് ഞാൻ കുഞ്ഞമ്മയെന്ന് വിളിച്ചിരുന്നു. അത് ഞാൻ പ്രസവിച്ച കാര്യം പറയാനാ. നിന്റെ ചെകിടടിച്ച് പൊട്ടിക്കാത്തതേ പെറ്റെണ്ണിറ്റതുകൊണ്ടാ. നീ പുനലൂരെ ഡോക്ടറെ വിളിച്ചിട്ടേ നിന്നെയും കൊച്ചിനെ ഓടി വന്ന് രക്ഷിക്കാൻ കെഞ്ചത് ഞാൻ അറിഞ്ഞില്ലെന്നാ നീ വിചാരിച്ചത്? എന്റെ ചോറും തിന്ന് നന്ദികേടില്ലടി നീ എന്നോട് കാണിച്ചത്. നീ അവരെ വിളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്തിനെന്ന് നീ ഇപ്പൊ പറയണം. നിനക്കെന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ? അവര് വരുമ്പോ എന്റെ മുന്നിലൂടെ കൊച്ചിനെടുത്ത് പോകാനല്ലേ നീ കാത്തിരുന്നത്? പറയടി, നിനക്കെന്നെ വിശ്വാസമില്ല അതല്ലേ? അത് പറഞ്ഞിട്ട് നീ എന്റെ മുന്നിൽ നിന്ന് പോയാ മതി. അതെ, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ട് തന്നെയാണ്. നന്ദി കെട്ടവളെ, എന്ത് വിശ്വാസക്കേടാടി നിന്നോട് ഞാൻ കാണിച്ചത്? ആർക്കും വേണ്ടാത്ത നിന്നെ ഞാൻ കൈയേറ്റത്. നിന്റെ ചിറ്റപ്പം കാശും വാങ്ങി നിന്നെ പിടിച്ചു കൊടുക്കാൻ ആളെ കൂട്ടി വന്നപ്പോ ഞാൻ രക്ഷിച്ചതാണോടി നിന്നോട് കാണിച്ച വിശ്വാസവഞ്ചന? പല വീടുകളിലായി നിന്നെ കൊണ്ട് നടന്ന് ഞാൻ തീറ്റിപ്പോറ്റിയില്ലടി. നന്ദി കെട്ടവളെ. എന്നിട്ടവക്ക് എന്നെ വിശ്വാസമില്ലെന്ന്. ചേച്ചി എന്തിനാ എന്നെ കൂടെ നിർത്തിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ചിറ്റപ്പനെ ചേച്ചി ഒഴിവാക്കിയതിന്റെ ഉദ്ദേശവും എനിക്കറിയാം. ഞാനും എല്ലാം കണ്ടും കേട്ടും തന്നെയാ ജീവിക്കുന്നത്. ചേച്ചിക്ക് എന്നോട് കുറച്ച് കരുണ തോന്നാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു. അതിലൊരു ചതിയുമില്ലായിരുന്നു. ആത്മാർത്ഥമായിട്ട് ചേച്ചി എന്നെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ ചേച്ചിയെ വിട്ട് ഞാൻ എവിടെയും പോവില്ലായിരുന്നു. പിന്നെ എന്നാടി നിനക്കെന്നെ വിശ്വാസമില്ലാതായത്? ഇപ്പോഴല്ല, ഒരിക്കലും ചേച്ചി എന്നോട് സഹതാപം കാണിച്ചിട്ടില്ല. എനിക്കതറിയാം. ചേച്ചി എന്നെ ചെവളയ്ക്ക് കൊടുക്കുമെന്നും എനിക്ക് മനസ്സിലായി. അയാളെ ചന്ദ്ര ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ ഞാനത് മനസ്സിലാക്കിയതാ. ഇപ്പൊ ഒന്നുകൂടി എനിക്കറിയാം. എന്റെ കുഞ്ഞിനെ SP കൊടുത്തതും ചേച്ചി തന്നെയാ. ഹോസ്പിറ്റലിൽ വെച്ച് ചേച്ചി പണം വാങ്ങി ബാഗിൽ വെക്കുന്നത് ഞാൻ കണ്ടതാ. ചേച്ചി എന്നെ തല്ലിക്കോ, അത് കൊള്ളാൻ കടപ്പെട്ടവളാ ഞാൻ. ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ചേച്ചിയെ സംബന്ധിച്ചൊരു വലിയ തെറ്റ് തന്നെയാ. നന്ദികേടിന്റെ പേരില് എനിക്കും എന്റെ കുഞ്ഞിനും ബലിയാടാവാൻ കഴിയാഞ്ഞിട്ടാ ഞാൻ ഹിമ ഡോക്ടറെ വിളിച്ചത്. ഇനി ചേച്ചിക്ക് എന്നെ തടയാൻ കഴിയില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടണം. അതിന് ഒരിക്കലും ചേച്ചിയുടെ പേര് എന്റെ നാവിൽ നിന്ന് വീഴില്ല. ഞാൻ പോവാ. ഇനി എന്നെ തടയരുത്. എല്ലാം അറിഞ്ഞു വെച്ചോണ്ടേ നിന്നെ അങ്ങ് പറഞ്ഞു വിടാൻ മാത്രം മണ്ടിയല്ലടി കാർത്തിയായിനി. കൈവിട്. കൈവിടാനോ? നീ ഇതുവരെ കണ്ടതൊന്നും അല്ലടി കാർത്തിയായിനി. ശരിക്കുള്ള കാർത്തിയായനെ നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. വാടി എന്റെ കൂടെ. എടി വരാനാ പറഞ്ഞത്. നടക്കടി അങ്ങോട്ട്. അങ്ങോട്ട് കേറ്. കേറങ്ങോട്ട്. പോയി കിടക്കടി. കിടക്കണം. നിന്നെ ഞാൻ പൂട്ടിയില്ലോടി. അയ്യോ വേണ്ട.
കഥയെന്ന്. പറയുന്ന കേക്ക്. വാതിൽ തുറക്ക്. ഇല്ലെങ്കിൽ ഞാൻ മരിക്കുന്നു. തുറക്കാൻ. ഇവനെ തുറന്നു വിട. എന്റെ മോൻ, അവനെ ഞാൻ ഇങ്ങനെ കാണും. ആ, നിന്നെ നേരിട്ടൊന്ന് കാണാതിരിക്കുകയായിരുന്നു ഞാൻ. പെരുമ്പടപ്പ് കുടുംബത്തിലേക്ക് ജാഥ പോലെ അനാഥ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു കേട്ടു. കേട്ടറിവ് ശരിയാ. എനിക്ക് കിട്ടിയ വിധി അതല്ലേ. ഒരു കുഞ്ഞിനെ വേണമെങ്കിൽ ദത്തെടുക്കണം. അത് നിന്റെ കാര്യം. എന്റെ കുടുംബത്തിലേക്ക് ഞാൻ ഒരു അനാഥ കുഞ്ഞിനെയും കേട്ടില്ല. ഞാൻ ജീവിക്കുന്ന വീട്ടിലെ എനിക്ക് കുഞ്ഞിനെ കൊണ്ടുവരാൻ കഴിയൂ. ഇവിടെ തന്നെ ഞാൻ കൊണ്ടുവരും. എങ്കിലെനിക്ക് ഒന്ന് കാണണം. വൈകാതെ അച്ഛനത് കാണാം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി. പിന്നെ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. വെറുതെ ഒരു കുഞ്ഞിനെ അവർ വിട്ടുതരികയൊന്നുമില്ല. ഷെയറിന്റെ ഒരു വിഹിതം കുട്ടികളുടെ പേരിൽ എഴുതി വെക്കണം. നീ എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എന്റെ കൺമുമ്പിൽ വെച്ചത് നടക്കില്ല. ഇവിടെ ഈ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരും. കുഞ്ഞുങ്ങളുടെ പ്രായമൊന്നും എനിക്കൊരു വിഷയമല്ല. നിർത്തിടാ നിന്റെ പ്രസംഗം. എനിക്ക് അങ്ങനെ നിർത്തിപ്പോവാൻ പറ്റില്ല. വീട് സ്വന്തം പേരിലാണെന്ന് അഹങ്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ പറഞ്ഞു കേൾക്കാൻ ഒരു സുഖമുണ്ട്. ഇവിടെ ജീവിക്കുമ്പോൾ എനിക്കും അവകാശമുണ്ട്. അതില്ലെന്ന് പറയണമെങ്കിൽ ഞാൻ അച്ഛന്റെ മകനല്ലെന്ന് പറയേണ്ടി വരും. അതിന് ഞാൻ മടിക്കില്ലടാ. എന്റെ അഭിമാനം വിട്ട് ഞാൻ ഒന്നിനും കൂട്ടി നിൽക്കില്ല. അതിന് മുറിവേൽപ്പിച്ചാൽ നീ എനിക്ക് ആരുമല്ലെന്ന് പറയാനും ഞാൻ മടിക്കില്ല. എങ്കിൽ ഇനി അമ്മയുടെ ഊഴ. അമ്മയുടെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. ഒരച്ഛനെ വിളിച്ചു പറയാം മകൻ തന്റെ ചോരയല്ലെന്ന്. പക്ഷെ നൊന്തുപറ്റ അമ്മയ്ക്ക് അങ്ങനെ പറയാൻ കഴിയൂ? അമ്മ തള്ളി പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോവും. പക്ഷെ അമ്മ അതിന് തയ്യാറായില്ലെങ്കിൽ ഇവിടെ ഈ പെരുമ്പടപ്പ് വീട്ടിൽ ഞാൻ ജീവിക്കും. എന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ അച്ഛന് കഴിയില്ല. ഇവിടെ കഴിയാൻ താല്പര്യമില്ലാത്തവർക്ക് ഇറങ്ങിപ്പോവാം. ഇനിയുള്ള എന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒന്നും എനിക്കൊരു തടസ്സമല്ല. വേണ്ടി വന്നാൽ ഈ വീട് കുട്ടികൾക്കായുള്ള ഒരു ഓർഫണേജ് ആക്കും ഞാൻ. ആരൊക്കെ എന്നെ ചതിച്ചിട്ടുണ്ടോ അതിനൊക്കെ അതേ നാണയത്തിൽ ഞാൻ പക വിട്ടിരിക്കും. ഫൈസി. ആ, സുധിയോ? സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. ഇരിക്കടോ. ഡിസ്റ്റർബൻസ് ആയോ? ആഹാ, അതെന്ത് ചോദ്യമാ? ഫൈസിയെ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്റെ ഭാര്യ പറയാറുണ്ട്, ആത്മാർത്ഥത കൂടിപ്പോയിട്ടാ ഫൈസി ഓരോ ഏടാകുടങ്ങളിൽ ചെന്ന് ചാടുന്നതെന്ന്. സുധി എന്താ പോലീസ് സ്റ്റേഷനിലേക്ക്? സ്നേഹിയും നിരഞ്ജനയും തമ്മിൽ കണ്ടിരുന്നു. സ്നേഹിയുടെ വരവിൽ വ്യക്തമായ എന്തോ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ നിരഞ്ജന അത് അവോയ്ഡ് ചെയ്തു. നിങ്ങളെ അറിയാവുന്നതുകൊണ്ട് എനിക്കത് തള്ളിക്കളയാൻ തോന്നിയില്ല. പുതിയ എന്തു പ്രതീക്ഷയാ സ്നേഹ വഴി ഫൈസി നിരഞ്ജനയ്ക്ക് കൊടുത്തത്? എനിക്കത് അറിയണമെന്ന് തോന്നി. ആരും അനുഭവിച്ചിട്ടില്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഫൈസിയിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയണം. പ്രസ് മീറ്റ് നീട്ടിക്കൊണ്ടുപോകാനുള്ള തന്ത്രമാണോ? അതോ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ ഫൈസിക്ക് കഴിയൂ? ഇതിലൊരു തന്ത്രവുമില്ല. ഞാനത് ശീലിച്ചിട്ടുമില്ല. എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ. സുധിയോ നിരഞ്ജനയോ ഇപ്പോഴും ഫൈസൽ മുഹമ്മദ് എന്ന മനുഷ്യനെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. നേരിയ ഒരു പ്രതീക്ഷയുടെ വെളിച്ചത്തിലാ നിരഞ്ജനയ്ക്ക് അങ്ങനൊരു സൂചന കൊടുത്തത്.
ഒരു കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഫൈസി, ഉടനെ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് വിട്ടുതരാൻ എനിക്ക് കഴിയില്ല. കുഞ്ഞിൻ്റെ അവകാശികൾ ആരെങ്കിലും അന്വേഷിച്ച് വന്നാൽ ഞാൻ ചെയ്യുന്നത് ഒരു മഹാപാവമായിരിക്കും. ഒരു റാക്കറ്റിന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ പിടിച്ചെടുത്തത്. കേസ് രജിസ്റ്റർ ചെയ്യാതെ ഞാൻ ഇപ്പോഴും ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. കുഞ്ഞിന്റെ അമ്മ വന്നാ അതിനെ ഞാൻ വിട്ടുകൊടുക്കും. ഏതെങ്കിലും സ്റ്റേഷനിൽ അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നിട്ടുണ്ടോന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഞാൻ. കുഞ്ഞിനെ കിട്ടിയിട്ട് എത്ര ദിവസമായി? 2 ദിവസം. ഇതുവരെ ആരും വന്നില്ലേ? ഇല്ല. ദിവസം 2 ഇനി ആരെങ്കിലും വരുമെന്ന് ഫൈസിക്ക് തോന്നുന്നുണ്ടോ? ഏത് സാഹചര്യത്തിലാ കുഞ്ഞ് നഷ്ടമായതെന്ന് അറിയില്ല. കാത്തിരുന്നേ പറ്റൂ. അതിനാ 2 ദിവസത്തെ സാവകാശം ഞാൻ ചോദിച്ചത്. കാത്തിരിക്കാം ഫൈസി. നിരഞ്ജനെ ഞാൻ പിടിച്ചു നിർത്താം. പക്ഷേ ഇങ്ങനൊരു കുഞ്ഞിന്റെ കാര്യം സുധി ഇപ്പൊ പറയരുത്. ഉണ്ടായ ഒരു അനുഭവം ഇപ്പോഴും എന്നെ വേട്ടയാടുകയാണ്. അതുകൊണ്ടാ. ഇല്ല, ഞാൻ പറയില്ല. എനിക്ക് ആ കുഞ്ഞിനൊന്ന് കാണാമോ ഫൈസി? അതിപ്പോ വേണോ? മനസ്സ് വല്ലാതെ തുടിക്കുന്നുണ്ട്. ഫൈസി പറ്റില്ലെന്ന് പറയരുത്. ഞങ്ങളിലേക്ക് വരാൻ പോകുന്ന കുഞ്ഞായിട്ടാ അതിനെനിക്ക് തോന്നുന്നത്. നമുക്ക് വൈകിട്ട് കാണാം. ഞാൻ വരാം ഫൈസി. ശരി.